സോ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട, അതായത് സ്കിൻ കെയറിൽ പിഗ്മെന്റേഷൻ അകറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. ആമസോൺ ഹോൾ വീഡിയോ ആണ്. സ്കിൻ കെയർ പ്രോഡക്റ്റുകളാണ് നമ്മൾ മെയിനായിട്ടും ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റോറിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും പർച്ചേസ് ചെയ്യാനും സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഉർബൻ ബൊട്ടാണിക്കൽസിന്റെ ഒരു കുങ്കുമാതി തൈലമാണ്, കുങ്കുമാതി ഓയിലാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഒരുപാടായിട്ട് നോക്കുന്നു. നല്ല ബ്രാൻഡിന്റെ, അതേപോലെ തന്നെ അഫോർഡബിൾ പ്രൈസും വരുന്ന ഒരു കുങ്കുമാതി തൈലം വേണം. പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരുടെ മുഖത്ത് ഈ ചൂടൊക്കെ കാരണം ഓവറായിട്ട് ആ ഒരു ഡാർക്ക്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കരിമങ്കലിയൊക്കെ ഉള്ളവരും ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ മുഖത്തെ ആ ഒരു ഷെയ്ഡ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 300 റേഞ്ച് മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ അഫോർഡബിൾ പ്രൈസ് ആണ്. നോർമലി ഇതിന്റെ പ്രൈസ് ഒക്കെ കുറച്ചൊരു ഹൈ പ്രൈസ് ആണ് ഇതിന്റെ. അപ്പൊ നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. ഉർബൻ ബൊട്ടാണിക്കൽസിന്റെ അഡ്വാൻസ്ഡ് ബ്യൂട്ടി ഓയിൽ ഇങ്ങനെയാണ് ഒരു ചെറിയ ഇത് വരുന്നത് കേട്ടോ. ഇതിൽ കുങ്കുമാതി തൈലം, അതേപോലെ തന്നെ സാൻഡൽവുഡ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഏതുതരം ചർമ്മക്കാർക്ക് ഉപയോഗിക്കാം. ഇത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മളിത് ഒരല്പം എടുത്ത് നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതായത് കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ എങ്കിലും അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ പില്ലോയിലും അങ്ങനെ ബെഡിലും ഷീറ്റിലും ഒക്കെ ആയിട്ട് നമുക്ക് അതിന്റെ ഗുണം കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 1 മണിക്കൂർ മുന്നേ എങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട്. ആ ഒരു രീതി ചെയ്തിട്ട് രാവിലെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളയുക എന്നുള്ള ഒരു രീതിയാണ് ഒന്നാമത്തെ രീതി. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ അപ്ലൈ ചെയ്യാതെ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം അത് കിടക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊന്ന് വാഷ് ചെയ്ത്, ഓയിലി സ്കിന്നുകാര് വാഷ് ചെയ്യുമ്പോൾ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഹെർബൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നമ്മുടെ മുഖത്തെ ചുളിവുകളും വരകളും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഓയിലായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അകറ്റാനായിട്ട് യൂസ് ചെയ്യാം. ഒരു കണ്ണിന്റെ ചുറ്റും അപ്ലൈ ചെയ്യാനായിട്ട് 1 തുള്ളി മതി. അതൊരല്പം എടുത്തതിന് ശേഷം നമ്മുടെ കൈവിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു രീതിയിൽ അപ്പോൾ ഒരു ചെറിയ മസാജ് കൂടി കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അതുപോലെ തന്നെ പുതിയൊരു ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൈത്തണ്ടയിൽ ആദ്യം ഒരല്പം അപ്ലൈ ചെയ്ത് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ സ്കിന്നുമായിട്ട് ഇത് യോജിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അലർജി ടെസ്റ്റ് എന്ന് പറയും. ആ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ബോട്ടിൽ വരുന്നത് 30 ml ആണ്. 366 രൂപയാണ്. ഇതിന് ഞാൻ വാങ്ങിച്ചപ്പോഴുള്ള പ്രൈസ്, ഓഫർ കാര്യങ്ങളൊക്കെ ഓരോ ടൈമിലുള്ളതനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അടുത്തതായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഖാദി നാച്ചുറൽസിന്റെ ഒരു മസാജ് ഓയിൽ ആണ് കേട്ടോ. മസാജ് ഓയിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ അകറ്റാനായിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. സാൻഡൽവുഡ് ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത്. കുളിക്കുന്നതിന് മുമ്പ് ഒരു 30 മിനിറ്റ് മുന്നേ ഒക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് ശീലിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പെട്ടെന്ന് അറിയുന്ന ഒരു കാര്യമല്ല, കുറേ നാളുകൾ കൊണ്ടായിരിക്കും അതങ്ങനെ വരിക. അപ്പോൾ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും എല്ലാവരും ഈ പറയുന്ന പോലെ കുളിക്കുന്നതിന് മുമ്പ് ഒരു ഓയിൽ മസാജ് ചെയ്യേണ്ടത് ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 40+ ആയിട്ടുള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് സ്കിൻ കെയറിൽ ഇത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇത് തന്നെ ഉൾപ്പെടുത്തണമെന്നല്ല, നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് 210 ml ആണ് കേട്ടോ. ഇതൊരു റിലാക്സിങ് ഓയിലാണ്, പെയിൻ റിലീഫ് ഓയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് നമ്മൾ ബോഡി ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ജോയിന്റ്സിലൊക്കെ ഒന്ന് മസാജ് കൊടുക്കുന്നത്, സ്കിന്നിലൊക്കെ ഒന്ന് മസാജ് കൊടുക്കുന്നത് നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അതെന്താണെങ്കിലും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം നമ്മുടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ, മാമ എർത്തിന്റെ ബ്യൂട്ടി സോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, സ്കിൻ കെയർ സോപ്പ്. ഇപ്പൊ നമ്മളിത് മിൽക്കും അതേപോലെ ഹണിയും ലൈമും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പാണ്. ഇതിന്റെ തന്നെ പല വേരിയന്റുകളും ഉണ്ട്. അതായത് നമ്മുടെ നീമൊക്കെ ചേർത്തിട്ട്, അതായത് കുരുക്കളൊക്കെ കൂടുതലുള്ള ചർമ്മക്കാർക്കാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് 4 എണ്ണത്തിന്റെ പാക്കാണ്. 200 രൂപ റേഞ്ചാണ് അതിന്റെ പ്രൈസ് വരുന്നത്.
അപ്പൊ ലോറിയൽ പാരീസിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്. ഈ ഒരു ഫൗണ്ടേഷൻ ഞാനൊരു 800 രൂപയ്ക്കൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 600 രൂപ റേഞ്ചാണ്. അപ്പൊ നല്ലൊരു പ്രൈസിൽ ഇപ്പൊ ഇത് കിട്ടുന്നുണ്ട്. ഇത് ഗോൾഡൻ ബീച്ച് ഷെയ്ഡാണ്. ഞാനൊരു മീഡിയം സ്കിൻ ടോൺ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ ടോൺ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചർമ്മത്തിന്റെ ഇതനുസരിച്ച് ഇപ്പൊ വെളുത്തിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ചുള്ള ഫൗണ്ടേഷൻ എടുക്കുക. ഇത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മള് ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുന്നതിന് പകരം സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരല്പം എടുത്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുക. നമുക്ക് കോമ്പാക്ട് പൗഡറോ സെറ്റിംഗ് പൗഡറോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെറിയ പോൺസിന്റെ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തിനാ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവൽ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 100 ഗ്രാമിന്റെ പൗഡർ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാഗിൽ വെക്കാനും എല്ലാം സൗകര്യമാണ്. ഈ 100 ഗ്രാമിന്റെ 110 രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇന്ന് കാണിച്ച പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റാറിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.